തഹജ്ജുദ് നമസ്കാരം പതിവാക്കിയവർക്ക് സന്തോഷവും പതിവാക്കാത്തവർക്കുള്ള ഒരു നിർദ്ദേശവും കൂടിയാണ് ഇൻഷാ അല്ലാഹ് ഇനി പറയുന്ന കാര്യങ്ങൾ. തഹജ്ജുദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? തഹജ്ജുദ് എന്ന വാക്കിന്റെ അർത്ഥം ഉറക്കം ഒഴിവാക്കുക എന്നാണ്. രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത്. ഇശാ നിസ്കാരം നിസ്കരിച്ച് കഴിഞ്ഞ് ഒരല്പം ഉറങ്ങുക. അത് 1 മണിക്കൂർ 2 മണിക്കൂർ ഉറങ്ങണമെന്നില്ല, ഒരു അല്പസമയം ഉറങ്ങിയാൽ മതി. ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് തഹജ്ജുദ് നമസ്കാരം എന്ന് പറയുക. ഇതിന്റെ ടൈം സുബഹി ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയാണ് ഇതിന്റെ സമയം അവസാനിക്കുന്നത്, സമയം ഉള്ളത്. പിന്നെ തഹജ്ജുദ് നമസ്കാരം അത് എത്ര റക്അത്താണ്? തഹജ്ജുദ് നമസ്കാരം കുറഞ്ഞത് 2 റക്അത്താണ്. കൂടിയത് എത്ര വേണമെങ്കിലും നമുക്ക് നമസ്കരിക്കാം. നമ്മുടെ ടൈം അനുസരിച്ച്, നമ്മുടെ ആരോഗ്യം അനുസരിച്ച്, നമ്മുടെ തോന്നലനുസരിച്ച് എത്ര വേണമെങ്കിലും നിസ്കരിക്കാം. ചുരുങ്ങിയത് 2 റക്അത്തെങ്കിലും നിസ്കരിച്ചിരിക്കുക. പിന്നെ ഒരു മനുഷ്യൻ തഹജ്ജുദ് നമസ്കാരം, ഈ നമസ്കാരത്തിന് വേണ്ടി അയാൾ എഴുന്നേറ്റിട്ട് ഇയാൾ എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? അറബിയിൽ തന്നെ നിയ്യത്ത് വെക്കണോ? വേണ്ട, അറബിയിൽ തന്നെ നിയ്യത്ത് വെക്കണം എന്നൊന്നുമില്ല, മലയാളത്തിലും നിയ്യത്ത് വെച്ചാൽ മതി. 2 റക്അത്ത് തഹജ്ജുദ് നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. അറബിയിൽ എങ്ങനെ പറയും? ഉസല്ലി സുന്നത്ത തഹജ്ജുദി റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി ലില്ലാഹി തആല അല്ലാഹു അക്ബർ. എന്നിട്ടോ ആദ്യം തന്നെ നമ്മൾ വജ്ജഹത്ത് ഓതുക. വജ്ജഹത്ത് ഓതി കഴിഞ്ഞിട്ട് അഊദു ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യുക? സൂറത്തുൽ ഫാത്തിഹ മുഴുവനായും ഓതുക. എന്നിട്ട് ഈ തഹജ്ജുദ് നമസ്കാരത്തിൽ നിർബന്ധമായും ഈ സൂറത്ത് തന്നെ ഓതണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് പറ്റുന്ന ആ സമയത്തിനൊക്കെ അനുസരിച്ച് ഏത് സൂറത്ത് വേണമെങ്കിലും ഓതാം. എന്നാലും മഹത്തുക്കൾ പറയുന്നു, തഹജ്ജുദ് നമസ്കാരം 2 റക്അത്ത് നിസ്കരിക്കുന്നവരാണെങ്കിൽ അതിന്റെ ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ ഓതുക, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹു അല്ലാഹു അഹദ് സൂറത്ത് ഓതുക. കുറച്ച് കൂടുതൽ നിസ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ അഅല സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല എന്ന സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ ഹൽ അതാക ഹദീസുൽ ഗാശിയ സൂറത്തുൽ ഗാശിയ ഓതലും സുന്നത്താണ്. കുറച്ചുകൂടി സമയം നീട്ടി ഓതാനാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ജുമുഅയും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ മുനാഫിഖൂനും ഓതാം. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് സൂറത്തുൽ കാഫിറൂൻ ഒന്നാമത്തെ റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ് രണ്ടാമത്തെ റക്അത്തിലും ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ തഹജ്ജുദ് നമസ്കാരത്തിന്റെ സമയം നമ്മൾ പറഞ്ഞു, തഹജ്ജുദ് നമസ്കാരത്തിന്റെ നിയ്യത്ത് പറഞ്ഞു, തഹജ്ജുദ് നമസ്കാരത്തിന്റെ റക്അത്തിന്റെ എണ്ണം, ഓതേണ്ട സൂറത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ തഹജ്ജുദ് നമസ്കാരം നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്? ഒന്ന്, ആന്തരികമായ, ശാരീരികമായ, മാനസികമായ രോഗങ്ങൾ മാറുമെന്നാണ്. നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടെങ്കിൽ തഹജ്ജുദ് നമസ്കാരം നിത്യമാക്കിക്കോ, ശേഷം ദുആ ചെയ്തോ, ഇൻഷാ അല്ലാഹ് അതൊക്കെ മാറുന്നതാണ്. മാത്രമല്ല സ്വർഗത്തിൽ പ്രത്യേകം കവാടമുണ്ടെന്നാണ്. തഹജ്ജുദ് നമസ്കാരം കൃത്യമാക്കുന്നവർക്ക് മാത്രം സ്പെഷ്യലായി കടക്കാൻ സ്വർഗത്തിൽ ഒരു വാതിൽ തന്നെ, ഒരു കവാടം തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് മഹത്തുക്കൾ പറയുന്നത്. അല്ലാഹു തആല ആ കവാടത്തിലൂടെ സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ.